ഈ അടിസ്ഥാന ശമ്പളം നമുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ 2018-19 തുടക്കത്തിൽ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ പുതിയൊരു മിനിമം വേജസ് നമുക്ക് പ്രഖ്യാപിച്ച് തന്നിട്ടില്ല. അതിനുശേഷം 5 കൊല്ലം കഴിഞ്ഞു, 6 കൊല്ലം കഴിഞ്ഞു, ഇപ്പോൾ 8 കൊല്ലമായിട്ടും 2017 പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2023 പ്രഖ്യാപിക്കേണ്ട സാധനം 2026 ജൂലൈ മാസമായിട്ടും ഇന്നേ വരെ പുതിയൊരു മിനിമം വേജസ് ആരും നമുക്ക് പ്രഖ്യാപിച്ച് തന്നിട്ടില്ല. അപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു മിനിമം വേജസ് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരിപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ ഇവർ ഭരണത്തിൽ കയറിയിട്ട്, UDF ഭരണത്തിൽ കയറിയിട്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഇവർ 4 പ്രാവശ്യങ്ങൾ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയും നമ്മുടെ മീറ്റിങ്ങിന് വരികയും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്തു. ഞങ്ങൾക്ക് ഇപ്പോഴും ഉറച്ച വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുരളീധരൻ സാറും അതുപോലെ തൊഴിൽ മന്ത്രിയും മുഖ്യമന്ത്രി VD സതീശൻ സാറും എല്ലാം ഞങ്ങളുടെ അവകാശങ്ങൾ കാണുകയും ഞങ്ങളുടെ സങ്കടം കേൾക്കുകയും ഞങ്ങൾക്കൊരു പുതിയ മിനിമം വേജസ് പ്രഖ്യാപിച്ച് തരികയും ചെയ്യും അധികം വൈകാതെ തന്നെ എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ എന്തായാലും കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് അത്രയും ഒരു ഉറപ്പ് തന്നിട്ടാണ് അവർ ഇന്നലെ അവിടുന്ന് ചർച്ച അവസാനിപ്പിച്ചത്. അതിനു വേണ്ടി തന്നെ ഇനി മിനിമം വേജസ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ അതിൻ്റെ പഠനത്തിനായിട്ട് 1.5 മാസക്കാലം ഞങ്ങളോട് സമയം ചോദിക്കുകയും അതിന് പഠിക്കാനായിട്ട് ആളുകളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവർക്കറിയാം 2 മാസം 3 മാസമൊക്കെ എടുക്കും നമുക്കൊരു മിനിമം വേജസ് പ്രഖ്യാപിച്ചാലും നമുക്കത് പ്രാബല്യത്തിൽ വരാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 മാനേജ്മെൻറ്റുകളോടും ഈ ആരോഗ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും പറഞ്ഞത്, നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങളൊരു 4000 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കുക. അങ്ങനെ അവർ ജോലിക്ക് കയറട്ടെ, തിരിച്ച് സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറിയ ശേഷം നമ്മൾക്ക് മിനിമം വേജസ് പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടും ഇതുവരെ അവർ ഒന്നിനും തയ്യാറല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരു സഭയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഒരു അച്ഛന്മാർക്കെതിരെയോ ആർക്കെതിരെയുമല്ല, ഞങ്ങൾ മാനേജ്മെൻറ്റുകൾക്കെതിരെ പോലുമല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സമരം ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രൈക്കിലിരിക്കുന്ന ഏതൊരു സ്റ്റാഫിനോട് ചോദിച്ചാലും ഇത് തന്നെയായിരിക്കും അവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റുകൾ പുതുക്കിയ സാലറിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 2017 സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മിനിമം വേജസ് പ്രഖ്യാപിച്ച് തന്നിട്ട് അത് നമുക്ക് പ്രാബല്യത്തിൽ വരാനായിട്ട് 1 വർഷത്തിന് മേലെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളൊരു ഫെയർ വേജസിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കളക്ടറേറ്റിൻ്റെ ഫ്രണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 3000-4000 വെച്ചിട്ട് അന്ന് മാനേജ്മെൻറ്റ് കൂട്ടിത്തന്നു. അതും നമ്മൾ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കൂട്ടിത്തന്നത്. അതിനുശേഷം 2023 ഒരു മിനിമം വേജസ് പ്രഖ്യാപിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഫെയർ വേജസിന് വേണ്ടിയിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫെയർ വേജസ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം ഞങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ ഇതുപോലെ 3 ദിവസം അടുപ്പിച്ച് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ആ സമരം അന്ന് വിജയിച്ചത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഈ പറഞ്ഞ സമരത്തിനാണ് ഇറങ്ങിയത്.